ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ 2 മാസത്തിലേറെ കാലം അടിയറവ് പറയിച്ച IPL മഹാമാമാങ്കത്തിന് ആവേശകരമായി കൊടിയിറക്കമായിരിക്കുകയാണ്. വേനൽ ചൂടിനേക്കാൾ കനത്ത പോരാട്ട വീര്യത്തോടെ 10 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വീണ്ടും ഒരിക്കൽ കൂടി IPL സിംഹാസനത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ഫൈനൽ ശക്തമായി ഗുജറാത്ത് ടൈറ്റൻസിനെ നിലംപരിശാക്കിക്കൊണ്ടാണ് രജത് പട്ടിദാറും സംഘവും കപ്പ് ആകാശത്തേക്ക് ഉയർത്തിയത്. ലീഗ് ഘട്ടത്തിൽ ചില അപ്രതീക്ഷിത തോൽവികൾ നേരിടേണ്ടി വന്നുവെങ്കിലും ടൂർണമെന്റിലുടനീളം ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീം RCB തന്നെയായിരുന്നു. ഉദ്ഘാടന മത്സരത്തിൽ പുലർത്തിയ അതേ ആധിപത്യം, ആക്രമണപരമായ ശൈലിയും ഫൈനൽ വരെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനാൽ തന്നെ ഇത് കേവലം ഒരു ഭാഗ്യവിജയമല്ല, മറിച്ച് RCB പൂർണ്ണമായും അറിയിച്ച കിരീട നേട്ടം തന്നെയാണ്. എന്നാൽ RCBയുടെ ഈ കിരീടധാരണം ക്രിക്കറ്റ് ലോകത്ത് മാത്രമല്ല വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ വിജയം ഫുട്ബോൾ ലോകത്ത്, പ്രത്യേകിച്ച് അർജന്റീനയുടെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗം ചെറുതല്ല. കായിക ലോകത്ത് നിലവിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ ചാമ്പ്യൻ ആവർത്തന ട്രെൻഡുമായി RCBയുടെ വിജയത്തിന് വലിയൊരു ബന്ധമുണ്ട്. ഇതാണിപ്പോൾ കായിക പ്രേമികൾക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. ഒരു കാലത്ത് നിരവധി ട്രോളുകൾക്ക് ഇരയായിരുന്നു RCB. കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് തങ്ങളുടെ കന്നി കിരീടം സ്വന്തമാക്കിയപ്പോൾ അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. എന്നാൽ ഒരു തവണ കപ്പടിക്കുന്നത് ഭാഗ്യം കൊണ്ടാകാമെന്ന് പറഞ്ഞ വിമർശകരുടെ വായടപ്പിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പ്രകടനം. കപ്പ് നേടുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തുന്നത് എന്ന കായിക ലോകത്തെ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിലുള്ള RCBയുടെ പടയോട്ടം. യുവനിരയുടെ കരുത്തും പരിചയസമ്പന്നരായ കളിക്കാരുടെ തന്ത്രങ്ങളും കൃത്യമായി സമ്മേളിച്ചതാണ് ഇത്തവണ RCBയെ തുണച്ചത്. ഫൈനൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും തകർത്തെറിഞ്ഞ RCB കിരീടം കാത്തു സൂക്ഷിച്ചപ്പോൾ അതൊരു പുതിയ RCB യുഗത്തിന്റെ തുടക്കമായി മാറി. ഈ വിജയമാണ് കായിക ലോകത്തെ ഒരു വലിയ അത്ഭുത ട്രെൻഡിന്റെ അവസാന കണ്ണിയായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ അന്താരാഷ്ട്ര കായിക രംഗത്ത് വിചിത്രവും എന്നാൽ ശ്രദ്ധേയമായ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. വിവിധ കായിക ഇനങ്ങളിലെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളെല്ലാം എടുത്തു പരിശോധിച്ചാൽ നിലവിലെ ചാമ്പ്യന്മാർ തന്നെ തങ്ങളുടെ കിരീടം നിലനിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ചരിത്രത്തിൽ പലപ്പോഴും കിരീടം നിലനിർത്തുക എന്നത് കഠിനമായ കാര്യമായിരിക്കാണ് തുടർച്ചയായി പല ടൂർണമെന്റുകളിലും ഇത് സംഭവിക്കുന്നത്. ക്രിക്കറ്റിലും ഫുട്ബോളിലുമായി അടുത്തിടെ നടന്ന 4 പ്രധാന ടൂർണമെന്റുകളിലേക്ക് കണ്ണോടിച്ചാൽ ഈ ട്രെൻഡിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അത്ഭുത ട്രെൻഡിന്റെ തുടക്കം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വേദിയിലായിരുന്നു. 24 T20 ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമാണ് ജേതാക്കളായത്. എന്നാൽ തൊട്ടടുത്ത വർഷം വീണ്ടും T20 ലോകകപ്പ് അരങ്ങേറിയപ്പോൾ ആരും തന്നെ ഇന്ത്യക്ക് വലിയ സാധ്യത കൽപ്പിച്ചിരുന്നില്ല. അതിന് കൃത്യമായി 2 കാരണങ്ങളുണ്ടായിരുന്നു. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമും തുടർച്ചയായി 2 തവണ കിരീടം നേടിയിട്ടില്ല. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മുമ്പ് ഒരിക്കലും സ്വന്തം മണ്ണിൽ കപ്പ് ഉയർത്തിയിട്ടുമില്ല. എന്നാൽ ചരിത്രത്തിൽ ഈ 2 കടുപ്പമേറെ റെക്കോർഡുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യ കിരീടം നിലനിർത്തിയത്. ചാമ്പ്യന്മാർ വീണ്ടും ചാമ്പ്യന്മാരാകുന്ന ട്രെൻഡിന്റെ ശക്തമായ തുടക്കമായിരുന്നു അത്. T20 ലോകകപ്പിലെ വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ സമാനമായ കാഴ്ചയാണ് ഏഷ്യ കപ്പിലും കണ്ടത്. മുൻവർഷം ശ്രീലങ്കയിൽ നടന്ന ഏഷ്യ കപ്പിൽ ആതിഥേയരായ ശ്രീലങ്കയെ 10 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഏഷ്യൻ രാജാക്കന്മാരായിരുന്നു. കഴിഞ്ഞ തവണ ദുബായിൽ വെച്ച് വീണ്ടും ടൂർണമെന്റ് നടന്നപ്പോൾ ഇന്ത്യ തങ്ങളുടെ കിരീടം വിജയകരമായി കാത്തു സൂക്ഷിച്ചു. ഏഷ്യൻ മണ്ണിലും ചാമ്പ്യൻ ആവർത്തനം കൃത്യമായി നടന്നു. ക്രിക്കറ്റിൽ നിന്ന് ഫുട്ബോളിലേക്ക് വന്നാലും ഈ ട്രെൻഡിന് യാതൊരു മാറ്റവുമില്ലായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾ മാറ്റുരയ്ക്കുന്ന എലൈറ്റ് ടൂർണമെന്റായ UEFA ചാമ്പ്യൻസ് ലീഗിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG വലിയ അട്ടിമറികളാണ് നടത്തിയത്. മുൻ സീസണിലെ ഫൈനലിൽ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാനെ ഏകപക്ഷീയമായി 5 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയാണ് PSG തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി സ്വന്തമാക്കിയത്. തൊട്ടടുത്ത സീസണിലും PSG തങ്ങളുടെ ജൈത്രയാത്ര തുടർന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആഴ്സണലുമായി നടന്ന കടുത്ത ഫൈനൽ പോരാട്ടത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും കളി സമനിലയിലെത്തിയതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് PSG ആഴ്സണലിനെ വീഴ്ത്തി കിരീടം നിലനിർത്തിയത്. ഈ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും നടന്നു കയറിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് കന്നി ട്രോഫി നേടിയ RCB ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിനെ ഫൈനൽ കെട്ടുകെട്ടിച്ച് കിരീടം കാത്തു സൂക്ഷിച്ചു. അതായത് T20 ലോകകപ്പ്, ഏഷ്യ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, IPL എന്നീ 4 വലിയ ടൂർണമെന്റുകളിലും നിലവിലെ ചാമ്പ്യന്മാർ തന്നെയാണ് വീണ്ടും കിരീടം ചൂടിയത്. കായിക ലോകത്തെ ഈ അപൂർവ പ്രതിഭാസം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് ഫുട്ബോൾ ആരാധകർ. ഇന്ത്യ, PSG, RCB എന്നീ ടീമുകൾ തങ്ങളുടെ കിരീടം കാത്തു സൂക്ഷിച്ചതുപോലെ ഈ മാസം 11-ന് ആരംഭിക്കാൻ പോകുന്ന FIFA ഫുട്ബോൾ ലോകകപ്പിലും ഇതേ ട്രെൻഡ് ആവർത്തിക്കുമെന്നാണ് അർജന്റീന ആരാധകരുടെ ശക്തമായ വാദം. ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനയാണ് ലോക കിരീടം ചൂടിയത്. കായിക രംഗത്തെ ഇപ്പോഴത്തെ അവസ്ഥയും ചാമ്പ്യൻ റിപ്പീറ്റ് തരംഗവും വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന ലോകകപ്പിലും അർജന്റീനയ്ക്ക് തന്നെയാണ് കിരീട സാധ്യത എന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. ഭാഗ്യമോ പ്രവചനങ്ങളോ അല്ല, നിലവിൽ സ്പോർട്സ് ലോകത്തെ ഭരിക്കുന്ന അദൃശ്യമായ ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ചാമ്പ്യന്മാർക്കൊപ്പമാണ്. ഇന്ത്യക്കും PSG-ക്കും RCB-ക്കും സാധിച്ചെങ്കിൽ മെസ്സിക്കും സംഘത്തിനും അത് സാധിക്കും. ഇതാണ് സോഷ്യൽ മീഡിയയിൽ അർജന്റീന ഫാൻസ് ഉയർത്തുന്ന പ്രധാന വാദം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ FIFA ലോകകപ്പിൽ കിരീടം
നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 1930 ലോകകപ്പ് ആരംഭിച്ച മുതൽ ഇതുവരെ 2 ടീമുകൾക്ക് മാത്രമാണ് തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യന്മാരാകാൻ സാധിച്ചിട്ടുള്ളത്, ഇറ്റലിയും ബ്രസീലും. അതിനുശേഷം നീണ്ട 60-ലധികം വർഷങ്ങളായി ഒരു രാജ്യത്തിനും തങ്ങളുടെ ലോക കിരീടം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. 1998 കപ്പടിച്ച ഫ്രാൻസ് 2002 ആദ്യ റൗണ്ടിൽ പുറത്തായതും 2010 കപ്പടിച്ച സ്പെയിൻ 2014 ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണതുമെല്ലാം ലോകകപ്പിലെ ഡിഫൻസീവ് ചാമ്പ്യന്മാരുടെ ശാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ RCBയും ഇന്ത്യയും തങ്ങളുടെ ടൂർണമെന്റുകളിലെ ശാപങ്ങളെയും ചരിത്രങ്ങളെയും തിരുത്തിക്കുറിച്ചതുപോലെ അർജന്റീനയും ഈ ആധുനിക യുഗത്തിൽ ചരിത്രം തിരുത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലയണൽ സ്കലോണിയുടെ കീഴിൽ മികച്ച ഫോമിലുള്ള അർജന്റീന ടീമിന് അതിനുള്ള കരുത്തുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. RCBയുടെ കളി കണ്ട് കൈയടിച്ച ക്രിക്കറ്റ് പ്രേമികളും PSG കളി കണ്ട് ആവേശഭരിതരായ ഫുട്ബോൾ പ്രേമികളും ഇപ്പോൾ ഒരേപോലെ നോക്കുന്നത് ജൂൺ 11-ലേക്കാണ്. കായിക ലോകം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഈ അപൂർവമായ ട്രെൻഡിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഈ കായിക വർഷത്തിൽ RCB തുടങ്ങിവെച്ച കിരീടധാരണത്തിന്റെ ആവേശം ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് പടരുമോ എന്നും കണ്ടറിയണം. ഇന്ത്യയും PSG-യും RCBയും പോലെ ലോകകപ്പിൽ അർജന്റീനയുടെയും തുടർച്ചയായ 2ാം കിരീടധാരണം ഉണ്ടാകുമോ, അതോ ഫുട്ബോൾ ലോകകപ്പ് പുതിയൊരു ചാമ്പ്യനെ കണ്ടെത്തുമോ എന്നറിയാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പേയുള്ളൂ. എന്തായാലും കായിക ലോകം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.